ഉത്തർപ്രദേശിലേക്ക് നോക്കിയാൽ ഒരുപാട് കരച്ചിലുകൾ കേൾക്കാമെങ്കിലും ഏറ്റവും ഇമ്പമുള്ള കരച്ചിൽ നമ്മുടെ മായാവതിയുടേതാണ്. NDAയിൽ നിന്ന്, പ്രധാനമന്ത്രിയിൽ നിന്ന് BJPയുമായി കരാറുണ്ടാക്കി മുസ്ലിം വോട്ടുകൾ ഭിന്നിപ്പിക്കാമെന്ന മുൻധാരണയിൽ അവിടെ 34 കരുത്തരായ മുസ്ലിം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചുവെങ്കിലും UPയിലെ മുസ്ലിങ്ങൾക്ക് ഇപ്പോൾ നേരം വെളുത്തു. നെല്ലും പതിരും തമ്മിൽ തിരിച്ചറിയാൻ തുടങ്ങി. ആകെ ജയിച്ചത് ഒരു സീറ്റിലാണ്. മുസ്ലിങ്ങൾ എൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞില്ല എന്ന് പറഞ്ഞാണ് മായാവതി ഇപ്പോൾ കരയുന്നത്. പല സംസ്ഥാനങ്ങളിലും പലതരം തേങ്ങലുകൾ കേൾക്കാം. ഏറ്റവും പ്രധാനമായ ഒന്ന് കേൾക്കുന്നത് ആന്ധ്രയിലാണ്, മറ്റൊന്ന് കേൾക്കുന്നത് ഒഡീഷയിലാണ്. എന്നാൽ അതിനേക്കാൾ ഇമ്പമുള്ള ഒരു കരച്ചിൽ കേൾക്കുന്നത് UPയിൽ നിന്നാണ്, BSPയുടെ മായാവതിയുടേത്. മായാവതിയെ ഇന്ത്യ ബ്ലോക്കിൻ്റെ ഭാഗമാക്കാൻ കിണഞ്ഞു പരിശ്രമിച്ചു. പക്ഷേ പാവം, അവർക്ക് ചേരാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് പാവമെന്ന് പറയാൻ കാരണം, ചേർന്ന് കഴിഞ്ഞാൽ ജയിലിലായിരിക്കും എന്നുള്ള കാര്യം കൃത്യമായി അമിത്ഷാജി അവർക്ക് വിവരം നൽകി. ഇഷ്ടംപോലെ അഴിമതി കേസുണ്ട്. വലിയ വലിയ പ്രതിമകൾ തീർത്തത് മുതൽ മെഗാ പദ്ധതികളുടെ വരെ അഴിമതിയുടെ ഒരുപാട് കണക്കുകൾ അമിത്ഷായുടെ കയ്യിലുണ്ട്. അത് കേട്ടപ്പോൾ അവർക്ക് മാറി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. മാറി നിന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. മാറി നിന്നിട്ട് ചെയ്തത് മുസ്ലിം പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഒരു ശക്തമായ ഡിസൈസീവായുള്ള വോട്ട് ബാങ്ക് സ്ഥലത്തെല്ലാം മുസ്ലിം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചു. അതും ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിരുന്നു. കാരണം UPയിൽ ഏതാണ്ട് 10-20% മുസ്ലിം പോപ്പുലേഷനുണ്ട്. ഒരു 65-60 മണ്ഡലങ്ങളിൽ അവർ നിർണായക ശക്തിയാണ്. ഈ രാമക്ഷേത്ര നിർമ്മാണവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഏക സിവിൽ കോഡും CAAയും ഒക്കെ വന്നതോടുകൂടി മുസ്ലിങ്ങൾ കടുത്ത BJP വിരുദ്ധ നിലപാടെടുക്കുമെന്ന് അമിത്ഷാ എന്ന രാഷ്ട്രീയ തന്ത്രജ്ഞന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ പിന്നെ ഏക മാർഗം ആ മുസ്ലിം വോട്ടുകൾ ഭിന്നിപ്പിക്കലായിരുന്നു. സാധാരണ പോലെ ഭിന്നിപ്പിക്കലും അസാധ്യമാണ്. അതിനുവേണ്ടിയാണ് മായാവതി അക്ക 34 പ്രബലരായ മുസ്ലിം സ്ഥാനാർത്ഥികളെ സ്വന്തം പാർട്ടിയുടെ പേരിൽ UPയിൽ അവതരിപ്പിച്ചു. UPയിലെ ജാതി സമവാക്യത്തിൽ ഒരിക്കലും അങ്ങനെ ഉണ്ടാകാത്തതാണ്. അഖിലേഷ് യാദവ് പോലും സാധാരണയായി എടുക്കുന്ന മുസ്ലിം യാദവ് കോമ്പിനേഷൻ അപ്പുറത്തേക്ക് പിന്നോക്ക ദളിത് ട്രൈബൽ വിഭാഗങ്ങളിലേക്ക് തൻ്റെ സ്ഥാനാർത്ഥികളെ പകുത്തു നൽകിയപ്പോൾ മായാവതി ഇതെല്ലാം മറന്ന് മുസ്ലിങ്ങളെ മാത്രം മത്സരിപ്പിച്ചു. അവിടെ വോട്ട് ഭിന്നിക്കുമെന്നുള്ളതായിരുന്നു എല്ലാവരുടെയും കണക്കുകൂട്ടൽ. എക്സിറ്റ് പോളുകാരും പ്രതീക്ഷിച്ചത് അങ്ങനെയാണ്. എന്ന് വെച്ചാൽ ഏതാണ്ട് 22% വോട്ടുള്ള BSPയുടെ വോട്ട് എങ്ങനെ വന്നാലും ഒരു നിർണായക ഫാക്ടറാണ് എന്ന തരത്തിൽ വിലയെഴുതി. പലരും അവലോകനത്തിൽ പറഞ്ഞത് വെറും 2.5% മാത്രം വോട്ട് ഷെയർ ഉള്ള കോൺഗ്രസിനെ കൂട്ടിയിട്ട് ഏതാണ്ട് 20% വോട്ട് ഷെയർ ഉള്ള BSPയെ മാറ്റി നിർത്തുന്നത് എത്ര യുക്തിരഹിതമാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അവർ മറന്നുപോയൊരു കാര്യമുണ്ട്. ഈ വോട്ട് ഷെയർ എന്നൊക്കെ പറയുന്നത് ആരുടെയും സ്ത്രീധന സ്വത്തല്ല, പാരമ്പര്യ സമ്പാദ്യവുമല്ല, ജനങ്ങൾ നൽകുന്ന വോട്ടാണ്. അവർക്ക് മറിച്ച് ചിന്തിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ അത് എടുത്തു മറിക്കാനുമാവും. മായാവതിക്ക് കിട്ടിയതിപ്പോൾ ഏതാണ്ട് 7% വോട്ട് മാത്രമാണ്. ഒരു സ്ഥാനാർത്ഥിയോ മറ്റോ മാത്രം ജയിച്ചു. ബാക്കി എല്ലാവരും പരാജയപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ മുസ്ലിം വോട്ടുകൾ ഛിന്നഭിന്നമാകാതെ അനുഭവിച്ചതിൻ്റെ വേദനയോർത്ത്, അല്ലാതെ വേറെന്തെങ്കിലും ഗുണം കിട്ടിയതുകൊണ്ടോ നേട്ടം കിട്ടിയതുകൊണ്ടോ ഒന്നുമല്ല, ഇനിയും വരാനിരിക്കുന്ന വിപത്തുകളുടെ അപകടമോർത്ത്. എന്ന് വെച്ചാൽ അത്രമേൽ ക്രൂരമായിട്ടല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. പള്ളികളിൽ ബാങ്ക് വിളിപ്പിക്കില്ല, എല്ലാ പള്ളികളിലും ഓരോരോ വിഗ്രഹങ്ങൾ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ട് അത് വേണമെന്ന് പറയുന്നു. ഏതെങ്കിലും ഇറച്ചിയും കൊണ്ടുപോകുന്നവനെ അടിച്ചു കൊല്ലുന്നു, കേസെടുക്കുന്നു എന്ന് വേണ്ട, എല്ലാ തരത്തിലും പൊറുതിമുട്ടിയപ്പോൾ അവരൊറ്റക്കെട്ടായി സമാജ്വാദി പാർട്ടി കോൺഗ്രസ് അലയൻസിന് അല്ലെങ്കിൽ ഇന്ത്യ ബ്ലോക്കിന് വോട്ട് ചെയ്തു. മായാവതി സ്വാഹ. ആ മായാവതിയാണ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലും ട്വിറ്ററിലും അഭിമുഖത്തിലുമൊക്കെ മുസ്ലിങ്ങൾ എൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞില്ല എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ രാജ്യത്ത് ഇപ്രാവശ്യം നടന്ന തെരഞ്ഞെടുപ്പിൽ മുസ്ലിങ്ങൾ എല്ലാവരുടെയും സ്നേഹം മനസ്സിലാക്കി. അസദുദ്ദീൻ ഒവൈസിയെ അവിടെ ജയിപ്പിച്ചെങ്കിലും ഒരു സ്ഥലത്തും അവന് നിലം തൊടിയിച്ചില്ല. ആസാമിലെ മറ്റൊരു മൗലാനയായി അതുപോലെ തന്നെ നിലം തൊടിയിക്കാതെ പറത്തി മുസ്ലിം വോട്ടുകൾ. അതും വേറിട്ടതായിരുന്നു.